ഒരു വെറൈറ്റി മീൻകറി തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഒരു ചെറിയ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, ആ അരി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്ത് വന്നു കഴിയുമ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. 5-6 കശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരട്ടെ. എന്നിട്ട് അതിലേക്ക് എരിവുള്ളതും ഇല്ലാത്തതുമായ മിക്സ് ആയിട്ടുള്ള പൊടിയാണ്, മുളക് പൊടിയാണ്. അത് 4 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് അര സ്പൂൺ ഇട്ട് കൊടുത്തേക്കുന്നത്. അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കാം. ചെറിയ തീയിൽ വേണം ചൂടാക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ആ പൊടിയെല്ലാം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ആ ചട്ടിയിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു സവോള, 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാവേ. ഇനി വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് നമുക്ക് കറി വെക്കാനുള്ള ചട്ടിയാണ് അടുപ്പ് വെച്ചേക്കുന്നത്. അതിലേക്ക് 3 ചെറിയ കുടമ്പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കാൻ മൂടി വയ്ക്കുക. നമ്മൾ മുമ്പേ മാറ്റി വെച്ച പൊടികളെല്ലാം ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വഴറ്റി വെച്ച ഉള്ളി, ഇഞ്ചി അതൊക്കെ ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ പാത്രത്തിലേക്ക് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുളി തിളപ്പിക്കാൻ വെച്ച ചട്ടിയിലേക്ക് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആവോലി മീനാണ് എടുത്തേക്കുന്നത്. അതും കൂടെ മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാവേ. ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ബൗൾ നിറച്ച് തേങ്ങാപ്പാലും കൂടി ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു അര സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. അത് ഞാൻ ഇട്ടത് കാണിച്ചില്ല. ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി നല്ല ബാലൻസ് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീൻ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.